ഇറാനെതിരായ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഹോർമുസ് കടലിടുക്കിനെ ഉപയോഗിച്ച് ഇറാൻ ഗൾഫിനെ ബ്ലാക്ക്മെയിൽ ചെയ്യരുതെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു. കുവൈത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ 4 പേരെ കുവൈറ്റ് സൈന്യം പിടികൂടി. ഹോർമൂസ് എന്നത് ഒരു കടലിടുക്ക് മാത്രമല്ലെന്നും കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന കടൽ പ്രദേശമാണെന്നുമാണ് ഇറാന്റെ പുതിയ നിലപാട്. അതായത് ഹോർമൂസ് ദ്വീപിനോട് ചേർന്ന പ്രദേശത്ത് മാത്രമല്ല തങ്ങൾക്ക് നിയന്ത്രണമെന്നും മറ്റു മേഖലകളിൽ കൂടി അവകാശമുണ്ടെന്നും ഇറാൻ പറയുന്നു. ഇതോടെ ഇറാനെതിരെ രൂക്ഷ വിമർശനവുമായി കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തി. ഹോർമൂസിനെ ഉപയോഗിച്ച് ഗൾഫിനെ ഭീഷണിപ്പെടുത്താൻ ഇറാനെ അനുവദിക്കില്ലെന്ന് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി പറഞ്ഞു. ഇറാന്റെ നടപടി മൂലം 100 കോടി ബാരൽ എണ്ണ ലോകത്തിന് നഷ്ടമായെന്ന് UAE വ്യവസായ മന്ത്രിയും അഡ്നോക്ക് സിഒയുമായ ഡോക്ടർ സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ജാബിർ കുറ്റപ്പെടുത്തി. വ്യോമയാന രംഗം മുതൽ കാർഷിക മേഖല വരെ ഇതിലൂടെ തകർന്നുവെന്നും ഇത് തുടരാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതിനിടെയാണ് രാജ്യത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 4 ഇറാൻ റവല്യൂഷണറി ഗാർഡ് അംഗങ്ങളെ കുവൈറ്റ് അറസ്റ്റ് ചെയ്തത്. കടൽ തീരം വഴി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അറസ്റ്റ്. ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് പരിക്കേറ്റു. ഇറാനെ പിന്തുണയ്ക്കുന്ന നിരവധി പേർ കഴിഞ്ഞയിടയ്ക്ക് ബഹ്റൈനിൽ അറസ്റ്റിലായിരുന്നു. ഇവർക്ക് 3 വർഷം മുതൽ ജീവപര്യന്തം വരെയാണ് ജയിൽ ശിക്ഷ വിധിച്ചത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.